അങ്ങനെ ഞാൻ ദുബായിൽ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് മനസ്സ് എങ്ങനെ പാകപ്പെടുത്തണം, പലപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം പഠിച്ചത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഞാൻ തിരിച്ച് വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വിസ അടിക്കാൻ പോണത് ബഹ്റൈനിലേക്കാണ്. അങ്ങനെയാണ് അന്ന് അവിടുത്തെ നിയമങ്ങൾ. പുറത്ത് പോയിട്ട് വേണം തിരിച്ച് വീണ്ടും വരാൻ. അങ്ങനെ ബഹ്റൈനിൽ പോയി തിരിച്ച് ദുബായിലോട്ട് വന്നതിന് ശേഷം ആ വിസയ്ക്കുള്ള ഒരു പ്രത്യേകത, 200 പേരിൽ താഴെ മാത്രമാണ് അന്ന് വിസയിൽ റവന്യൂ സ്റ്റാമ്പിന് പകരം അല്ലെങ്കിൽ എമിഗ്രേഷൻ സ്റ്റാമ്പിന് പകരം പോസ്റ്റൽ സ്റ്റാമ്പ്, കത്തയക്കുന്ന സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒറിജിനൽ പാസ്പോർട്ടും ഒറിജിനൽ വിസയും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ ബോസിനോട് അനുവാദം ചോദിച്ചിട്ട് ഏകദേശം ഒരു 1.5-2 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് കപ്പലിൽ തിരിച്ചു വരികയാണ്. അക്ബർ എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. ഗ്രേ മേക്കൻസി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. എൻ്റെ ഓർമ്മയിൽ 100 സംതിങ് ദിർഹംസാണ്. അന്നൊക്കെ ദിർഹമായി കഴിഞ്ഞു ടിക്കറ്റിൻ്റെ ചാർജ്. ദുബായ് റഷീദ് പോർട്ടിൽ നിന്നാണ് കപ്പൽ കയറുക. അങ്ങനെ ഞാൻ കപ്പലിൽ കയറി. അവിടെ ഡെക്കും നല്ല വൃത്തിയും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കപ്പലായിരുന്നു. പത്തേമാരി പോയ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗതുല്യമായിരുന്നു ആ കപ്പൽ യാത്ര. അങ്ങനെ ഞാനും അതിൽ ഒരു അന്തേവാസിയായി കപ്പൽ പുറപ്പെട്ടു. ദുബായിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ഫസ്റ്റ് തുടങ്ങുന്നത് ബസറ എന്ന സ്ഥലത്തു നിന്നാണ്, ഇറാഖിലെ ബസറ. അത് കഴിഞ്ഞാൽ കുവൈത്ത്, പിന്നെ ബഹ്റൈൻ കഴിഞ്ഞാൽ ഖത്തറിൽ കഴിഞ്ഞാൽ ദുബായ്. അബുദാബിയിൽ അങ്ങനെ ഒരു പോർട്ടില്ല, പാസഞ്ചർ പോർട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഈ തിരിച്ച് ബോംബെയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കപ്പലിൽ യാത്ര വളരെ സുഖമായിരുന്നു, സൗകര്യമായിരുന്നു. പക്ഷേ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത യാത്രയായിരുന്നു. 5ാമത്തെ ദിവസം ആണ് ഈ കപ്പൽ ഏകദേശം ഒരു കാലത്ത് ഒരു 9-10 മണിയൊക്കെ ആയപ്പോൾ ബോംബെ കടലിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അവിടെ കുറേ നേരം അവർ നങ്കൂരമിട്ട് കിടക്കും. കാരണം ഇവിടുത്തെ പോർട്ടിൽ നിന്നുള്ള അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ബർത്തിലേക്ക് വരുള്ളൂ ഈ കപ്പൽ. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഏകദേശം ഒരു 10-11 മണി ആയപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിക്കുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി, എൻ്റെ ഉമ്മായ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റ് എൻ്റെ ഉപ്പാടെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ലാളന കാണാലോ. അനിയന്മാർക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള പെൻസില്, പേന, സ്കെയിൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകാവുന്ന സന്തോഷം, ഇതൊക്കെ ആലോചിച്ചപ്പോൾ വിശപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു 2 മണി, ഉച്ചയ്ക്ക് 2 മണി ആയപ്പോൾ കപ്പൽ ബർത്തിലേക്ക് അടുത്തു. ബർത്തിൻ്റെ ഉള്ളിൽ അന്ന് കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തും അതിന് ശേഷം കുറേ നാളുകൾക്കും കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയമുള്ള, അല്ലെങ്കിൽ ആ കസ്റ്റംസ് കടക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വിഷമമുള്ളൊരു കാലമായിരുന്നല്ലോ അത്. അപ്പോൾ അവിടെ വന്നു. അപ്പോൾ ഈ ബർത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ചെറിയൊരു മേശ ഇട്ടിട്ട്, അത് തൊട്ടടുത്ത് ഈ കപ്പൽ തൊട്ടടുത്ത് ഒരു മേശ ഇട്ടിട്ട് ഒരു ഓഫീസർ ഇരിക്കുന്നു, കസ്റ്റംസ് ഓഫീസർ ഇരിക്കുന്നു. എനിക്ക് ഇന്നും നല്ല ഓർമ്മയാണത്. അദ്ദേഹം നമ്മൾ സാധാരണ പണ്ടത്തെ കാലത്തൊക്കെ ഈ പലചരക്ക് പീടികയിലൊക്കെ എഴുതിയുള്ള ഒരു കടലാസ് പോലെ ഒരു ചെറിയ കടലാസ് എടുത്തിട്ടാണ് എഴുതുന്നത്. അല്ലാണ്ട് കസ്റ്റംസിൻ്റെ ഡിക്ലറേഷൻ ഫോമോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം വില ചോദിക്കുന്നു, ഓരോ സാധനങ്ങളും, സാരിയുടെ വില ചോദിക്കുന്നു, അതിൻ്റെ വില ചോദിക്കുന്നു, ആ വില ഇന്ത്യൻ റുപ്പീസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അദ്ദേഹം എഴുതുന്നു. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കസ്റ്റംസ് ഓഫീസർ. ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രസാവഹമായ ഒരു സംഭവം അന്ന് കണ്ടത്, അദ്ദേഹം എൻ്റെ പെട്ടി തുറന്നു നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് എന്നോട് ഹിന്ദിയിലൊരു വാചകം പറയണം. അപ്പം അന്നും ഇന്നും ഞാൻ ഹിന്ദിയിൽ ഹം ഹേ ഹും ആണ്, വലിയ അറിവൊന്നും എനിക്കില്ല. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞ ഹിന്ദി ഭാഷ ഇതായിരുന്നു, ഏ ക്യാ തും ചൈന കമ്മല്ലാത്ത ഹേ. കാരണം അന്ന് ചൈനയായിട്ട് ചില പ്രശ്നങ്ങളുള്ള കാലമായിരുന്നു. ഞാൻ ആകെ പേടിച്ചു.
എന്താണ് ഈ ഇത്രയും വലിയ പ്രശ്നമുള്ള സാധനം ഞാൻ കൊണ്ടുവന്നത്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനം? നോക്കിയപ്പോൾ അതൊരു ഹീറോ പേനയായിരുന്നു. അദ്ദേഹം എഴുതുന്നതും ഹീറോ പേന കൊണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റംസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ട്രങ്ക് പെട്ടി എന്ന് പറയുന്ന സാധനം വന്ന് എല്ലാവരും വാങ്ങുമായിരുന്നു. ഇരുമ്പിൻ്റെ വലിയൊരു ട്രങ്ക് പെട്ടി, അതിലേക്ക് ഇതെല്ലാം ആക്കി. അത് വാങ്ങിയിട്ട് പിറ്റേന്ന് ഞങ്ങൾ തീവണ്ടിയിലാണ് നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ പിറ്റേന്ന് നേരം വെളുക്കാറായപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി എത്തുന്നു. അവിടെ നോക്കിയപ്പോൾ ഉണ്ട് തൃശ്ശൂർ ടൗൺ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആയിക്കോട്ടെ, ഷറഫും അതൊന്നും അവർ അറിഞ്ഞിട്ടില്ല, കിടാവ് ഒന്നും കൂടി കിടക്കട്ടെ, ഈ ഗഡിക്ക് ഉറക്കം ക്ഷീണം കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ പോയി. അവിടെ അന്നും ഉണ്ടായിരുന്നു ഒരു പത്തൻസ് ഹോട്ടൽ. അവിടെ പോയപ്പോൾ സുപ്രഭാത ഗീതം കേൾക്കുന്നു. ഞങ്ങൾക്ക് എന്തോ സന്തോഷം, കേരളത്തിലേക്ക് എത്തിയ ഒരു സന്തോഷം. ഭക്ഷണം കഴിച്ചു. നേരെ ബിസ്മില്ല ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു അന്ന്. അത് ഏകദേശം പട്ടാളം റോഡിൻ്റെ ഭാഗത്തായിരുന്നു. ഇപ്പം അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ പോയി ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ചെയ്തു തന്നു. ഫ്രഷായി. അവരോട് തന്നെ ഞാൻ പറയുകയാണ്, അന്ന് എനിക്കൊരു 21 വയസ്സ് പ്രായമുണ്ടാവുള്ളൂ ഏകദേശം. അപ്പോൾ ഞാൻ അവരോട് പറയുകയാണ്, എനിക്കൊരു കാർ ഏർപ്പാടാക്കി തരണം, കാരണം എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പോൾ ആ പറയുന്നവരും ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു ബേസ് അങ്ങനെ അവർ എനിക്കൊരു കാറ് ഏർപ്പാടാക്കി തന്നു. ഏകദേശം എൻ്റെ അതേ പ്രായമുള്ള 2 പേരാണ് കാറിലുള്ളൂ, ഈ ഡ്രൈവർ അടക്കം. പക്ഷേ എനിക്ക് ഭയങ്കര ഭയം. അങ്ങനെ ഒരു രാത്രി ഒരു 3 മണി 4 മണി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഞങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ ഭാഗം കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. വെറും പാടങ്ങൾ, നിലങ്ങളായി കിടന്നിരുന്ന സ്ഥലങ്ങൾ മുഴുവനും വീടുകളായി. അത് രാത്രി നേരമാണ്, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഒന്നായിട്ടില്ല. ഞാനത് ചെന്ന് കഴിഞ്ഞ് കോളിംഗ് ബെല്ലടിച്ചു. അപ്പം ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊന്നും കറണ്ട് കണക്ഷൻ ആയിട്ടില്ല. അപ്പം ഇപ്പോൾ കറണ്ട് കണക്ഷൻ ഉണ്ട്. ഉപ്പ വന്നു. ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. എൻ്റെ ഉപ്പ കരയുന്നത് ഞാൻ 2 പ്രാവശ്യമേ കേട്ടിട്ടുള്ളൂ. ഒന്ന് എൻ്റെ ഉപ്പാടെ അനിയൻ മരിച്ചപ്പോഴും, ഒന്ന് ഈ ഞാൻ ചെന്ന് എൻ്റെ ഉപ്പാനെ കെട്ടിപ്പിടിച്ചവളും. എനിക്കെന്തോ ഇന്നത്തെ മാതിരിയുള്ള സംസാരിക്കാനോ എഴുതാനൊന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ 2 വാക്ക് ഉപ്പാട് പറഞ്ഞു. ഉപ്പ, ഞാൻ ഗൾഫിൽ പോയി വന്നു, പേർഷ്യയിൽ പോയി വന്നു, പക്ഷെ ഒന്നും സമ്പാദിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല ഉപ്പ എന്ന് പറഞ്ഞു. ഉപ്പ എടുത്ത വഴിക്ക് പറഞ്ഞു, സാരില്ല, 2.5 കൊല്ലം പോയി എന്നല്ലേ ഉള്ളൂ, പക്ഷെ നീ ഒരു വിസ സമ്പാദിച്ചില്ലേ, അത് മതി, കാലം ഇനിയുമുണ്ടല്ലോ. എൻ്റെ ഉപ്പാടെ വാക്കുകൾ വളരെ കറക്റ്റായിരുന്നു. അത് യാഥാർത്ഥ്യമായി. ആ ഉപ്പാടെ വാക്കാണ്, ഉപ്പാടെ ഗുരുത്വമാണ് ഇന്ന് ഞാൻ പട്ടിണി കൂടാതെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നമസ്കാരം.